നമസ്കാരം, ഞാൻ ഡോക്ടർ എൽസ മേരി കുര്യൻ. ചിങ്ങമാസമിങ്ങെത്തി, ഓണവും. ഓണത്തിന് എല്ലാവരും കാത്തിരിക്കുന്നത് ഓണസദ്യയാണ്. ഓണസദ്യയിലെ ആരോഗ്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സദ്യയുടെ ഏറ്റവും പ്രധാന ഘടകമെന്ന് പറയുന്നത് അത് നൽകുന്ന സന്തുലിത പോഷകമാണ്. ഓണവിഭവങ്ങളിലൂടെ ചുരുക്കത്തിൽ നമുക്കൊന്ന് സഞ്ചരിക്കാം. പ്രധാനമായും വാഴയില. സദ്യയിൽ ഏറ്റവും പ്രധാനം അത് വിളമ്പുന്ന വാഴയിലയാണ്. വാഴയിലയിൽ ധാരാളം പോളിഫിനോൾസ് ഉണ്ട്. ചൂട് ചോറ് ഇലയിൽ വീഴുമ്പോൾ ചോറ് ഈ പോളിഫിനോൾസുമായി കലരുകയും അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. കൂടാതെ വാഴയിലയുടെ മണം പോലും ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കുന്നു, വിശപ്പുണ്ടാക്കാനും സഹായിക്കുന്നു. അടുത്തതായി വിളമ്പുന്നത് ശർക്കര വരട്ടിയാണ്. ഇതിനെ നമുക്കൊരു അപ്പറ്റൈസർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇഞ്ചിയുടെയും ഏലത്തിൻ്റെയും ശർക്കരയുടെയും ഒരു കോമ്പിനേഷൻ. സദ്യയ്ക്ക് ഉപയോഗിക്കുന്നത് മട്ടയരിയുടെ ചോറാണ്, അല്ലെങ്കിൽ ചുവന്ന ചോറ്. ഇതിനെ ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റായി നമുക്ക് കാണാം. മഗ്നീഷ്യത്താൽ സമ്പുഷ്ടമാണിത്. ഹൃദയാരോഗ്യത്തെ സഹായിക്കുന്നു. തവിടിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് ധാരാളമുണ്ട്. കൂടാതെ ഫൈബറുകളാൽ സമ്പുഷ്ടവുമാണ്. അതിനാൽ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. കൂടാതെ ഇതിൻ്റെ കുറഞ്ഞ ഗ്ലൈസിമിക് ഇൻഡെക്സ് പ്രമേഹ രോഗികൾക്കും ഇത് ധൈര്യമായി കഴിക്കാം എന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അടുത്തത് ഒരു കോമ്പിനേഷനാണ്, പരിപ്പും നെയ്യും. പരസ്പര പൂരകമായ ഒരു കോമ്പിനേഷൻ. പരിപ്പെന്ന് പറയുന്നത് പ്രോട്ടീനാൽ സമ്പുഷ്ടമാണ്. പരിപ്പുണ്ടാക്കുന്ന ദോഷങ്ങളെ നെയ്യ് ഒരാവരണം പോലെ പ്രതിരോധിക്കുന്നു. കൂടാതെ നെയ്യിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ മുതലായവയുമുണ്ട്. അടുത്തത് സാമ്പാറാണ്. സാമ്പാറിനെ നമുക്ക് ഒരു കോംബോ ഓഫ് വെജിറ്റബിൾസ് ഇൻ എ പ്രോട്ടീൻ സൂപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ധാരാളം പ്രോട്ടീൻ പരിപ്പിൽ നിന്നും, കൂടാതെ ആൻറ്റി ഓക്സിഡൻസും ഫൈബറും. കായം, ഉലുവ മുതലായവ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടും വർത്തിക്കുന്നു, ദഹനത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അടുത്തതും ഇതുപോലെ തന്നെ ഒരു കോംബോ ഓഫ് വെജിറ്റബിൾസ് ആണ് അവിയൽ. ലോകത്തിൽ തന്നെ ഇത്രയും പോഷകമുള്ളൊരു ഭക്ഷണം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. അത് തേങ്ങയുടെ ഗ്രേവിയിലാണ് വരുന്നതും ധാരാളം ഫൈബറും. ഇനി വരുന്നത് ഓലനാണ്. കാലറി കുറവാണെങ്കിലും പ്രോട്ടീൻ്റെ ഒരു കേന്ദ്രം തന്നെയാണ് ഓലൻ. ധാരാളം ഫൈബറുമുണ്ട്. കുമ്പളങ്ങ അമൃതിന് സമമാണ്. ഇനി വിളമ്പുന്നത് കാളനാണ്. തൈര്, ജീരകം, കുരുമുളക്, മഞ്ഞൾ എന്നിവയുടെ ഒരു കോമ്പിനേഷൻ. കുടലിലെ നല്ല ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ വർദ്ധിപ്പിക്കാൻ തൈര് സഹായിക്കുന്നു. കൂടാതെ മഞ്ഞൾ, ജീരകം, കുരുമുളക് തുടങ്ങിയവ ദഹനം വർദ്ധിപ്പിക്കുന്നു. ഇനി സദ്യയിലെ ഏറ്റവും പ്രധാന ഐറ്റമായ ഇഞ്ചിക്കറി. 101 കറികൾക്ക് സമമാണ് ഇഞ്ചിക്കറി. ഇഞ്ചിയുടെ ഗുണങ്ങളെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. കൂടാതെ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി എന്നിവയാൽ സമ്പുഷ്ടം. മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം എന്നിവയും ധാരാളമുണ്ട്. ഭക്ഷണത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളാനുള്ള കഴിവും ഇഞ്ചിക്കുണ്ട്. അടുത്തത് വരുന്നത് രസമാണ്. രസവും ഒരു ദഹനസഹായി തന്നെയാണ്. കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും ഇഞ്ചിയുടെയും ഒരു കോമ്പിനേഷൻ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്നു. ഇനി വരുന്നത് പായസമാണ്. അത് ശർക്കര പായസമാണെങ്കിലും പാൽപ്പായസമാണെങ്കിലും പോഷക സമ്പുഷ്ടമാണ്. ശർക്കര പായസമാണെങ്കിൽ ശർക്കരയിൽ നിന്ന് ലഭിക്കുന്ന അയൺ, സിങ്ക്, കൂടാതെ അതിൽ ചേർക്കുന്ന ധാന്യത്തിൽ നിന്ന് ലഭിക്കുന്ന പൊട്ടാസ്യം, പ്രോട്ടീൻ മുതലായവ. ഇനി പാൽപ്പായസമാണെങ്കിൽ കാൽഷ്യം, ഫോസ്ഫറസ്, അതിലും ധാരാളം പ്രോട്ടീൻ ഉണ്ട്. ഈ സദ്യ അവസാനിപ്പിക്കുന്നത് മോരോട് കൂടിയാണ്. ഇഞ്ചിയും ചുമന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചതച്ചിട്ട മോര്. ഈ മോരും ദഹനത്തെ സഹായിക്കുന്നു. അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ഓണസദ്യ എന്ന് പറയുന്നത് സമ്പൂർണ്ണ പോഷകങ്ങളുടെ ഒരു കലവറയാണ്. എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസിക്കുന്നു.